ഹലോ എവരിവൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസ് ആണ്. എക്കണോമിക്സ് അല്ല, പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 12 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുപ്രീം കോടതിയെ കുറിച്ചാണ് NIOS പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 12 നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോ ചാപ്റ്റർ 12 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുപ്രീം കോടതി. നമുക്കറിയാം, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്നാണ് ഇന്ത്യൻ സുപ്രീം കോർട്ടിനെ അറിയപ്പെടുന്നത്. നമ്മളുടെ എല്ലാ വിധിയുടെയും അവസാനത്തെ തീരുമാനം എവിടെ നടക്കുക? ഏതൊരു വിധി, ഇപ്പൊ നമുക്ക് കോർട്ടുകൾ എന്ന് പറയുമ്പോൾ കീഴ്ക്കോടതി ഉണ്ട്, ജില്ലാ കോടതി ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്. അതിൽ നിന്നൊക്കെ വിധി വന്നാലും വീണ്ടും വിധിയിൽ മാറ്റം വരുന്നത് എവിടെ ചെന്നാലാണ്? അപ്പീലിന് പോവുക സുപ്രീം കോടതിയാണ്. നമ്മളുടെ അവസാനത്തെ നീതിന്യായ കോടതി എന്നാണ് സുപ്രീം കോടതിയെ അറിയപ്പെടുന്നത്. നമ്മുടെ നീതിപീഠമാണ്, ദൈവത്തിന്റെ കോടതിയാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ സ്ഥാപനം, ഭരണഘടനയുടെ കാവൽക്കാരൻ, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ തുടങ്ങിയ പേരുകളിലൊക്കെ നമുക്ക് ഏതിനെ വിഭാവനം ചെയ്യാം? സുപ്രീം കോടതിയെ വിഭാവനം ചെയ്യാം. ഇപ്പൊ സുപ്രീം കോടതിയെ 3 രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ സ്ഥാപനമെന്നും, ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നും, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നിങ്ങനെ 3 രീതിയിലാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ പരാമർശിക്കുന്നത്. അപ്പൊ മക്കളെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും, സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള അപ്പീലും നമ്മൾ പോവുക എവിടേക്ക് തന്നെയാണ്? ഏത് വിധിയിലും അപ്പീലിന് പോവുക സുപ്രീം കോർട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അവസാനത്തെ വിധിയുടെ തീരുമാനം നടക്കുന്നത് സുപ്രീം കോടതിയിലാണ്. അപ്പൊ ആ സുപ്രീം കോടതി എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ട സമ്മറി. അതായത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സുപ്രീം കോർട്ടുമായി വരുന്നത്, സുപ്രീം കോടതിയുമായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു ഏകീകൃത നീതിന്യായ വ്യവസ്ഥ നിലവിലുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. 5 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ പ്രധാന ടോപ്പിക്സുകൾ. ഒന്ന്, ഇന്ത്യയിൽ ഒരു ഏകീകൃതമായ നീതിന്യായ വ്യവസ്ഥ നിലവിലുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു നീതിന്യായ കോടതി ഉണ്ട്. അതാണ് സുപ്രീം കോടതി. മാത്രമല്ല, സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഭരണഘടനയുടെ വ്യാഖ്യാതാവും സംരക്ഷകനുമായിട്ടാണ് സുപ്രീം കോടതിയെ പരിഗണിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് സുപ്രീം കോടതിയിലൂടെയാണ്. അതേപോലെ ജുഡീഷ്യൽ റിവ്യൂ, PIL എന്നീ വഴി ജനങ്ങളുടെ അവകാശങ്ങളും ഉറപ്പാക്കുന്നത് സുപ്രീം കോടതിയിലൂടെയാണ്. അപ്പൊ ഇതൊക്കെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നീതിന്യായ പുനഃപരിശോധന. IPIL അല്ല, PIL കേട്ടോ. PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും. പൊതു താല്പര്യ വ്യവഹാരം അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലെജിസ്ലേഷൻ, അതാണ് PIL. ഇവയൊക്കെ ഈ ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞാൽ നീതിന്യായ പുനഃപരിശോധന. അതേപോലെ PIL എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ലെജിസ്ലേഷൻ. ഇതൊക്കെ ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയിലാണ്. അപ്പൊ നമ്മൾക്ക് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ 4 ഘടകങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. മുകൾ തട്ടിൽ സുപ്രീം കോടതി, അടുത്ത തട്ട് ഹൈക്കോടതി, പിന്നെ ജില്ലാ അഥവാ സെഷൻസ് കോടതി, കീഴ്ക്കോടതി. അങ്ങനെ 4 തട്ടുകളാക്കിയിട്ടാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ തരംതിരിച്ചിട്ടുള്ളത്.
ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ മുകളില് സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോടതി, ജില്ലാ അഥവാ സെഷൻസ് കോടതി, കീഴ്ക്കോടതി. അപ്പൊ ഈ ഒരു ലെവലിലാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ അഥവാ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ തരംതിരിച്ചിട്ടുള്ളത്. അടുത്തതാണ് നമ്മള് സുപ്രീം കോടതിയുടെ പ്രധാന ഘടനയെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. സുപ്രീം നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡിലെ ചാപ്റ്റർ 12 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സുപ്രീം കോടതിയുടെ ഘടന എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ ഘടന എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ ഘടന അഥവാ കോമ്പോസിഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? നമുക്കറിയാം, ചീഫ് ജസ്റ്റിസുമാരും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. രണ്ടാമത് എന്താണ്? അവിടെ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ കോളജിയം ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഘടന എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? നമുക്കറിയാം, ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കും. ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. മാത്രമല്ല, കോളജീയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമനം നടക്കും. സുപ്രീം കോടതിയിൽ നിന്നും വിരമിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അത് മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടാണ് സുപ്രീം കോടതിയെ പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപനും 25 മറ്റ് ന്യായാധിപന്മാരും ഉണ്ടായിരിക്കും. മുഖ്യ ന്യായാധിപനും അതായത് സുപ്രീം കോർട്ട് ജഡ്ജും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റ് ന്യായാധിപന്മാരും ഉണ്ടായിരിക്കും. മുഖ്യ ന്യായാധിപനെ സുപ്രീം കോടതി ജഡ്ജിനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. എന്തൊക്കെയാണ് യോഗ്യത? ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതിയിലോ അതുപോലെ തുടർച്ചയായി 2 or 3 കോടതികളില് 5 വർഷം ന്യായാധിപനായിട്ട് സേവനമനുഷ്ഠിച്ചിരിക്കണം. ഹൈക്കോടതിയില് തുടർച്ചയായി 5 വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ച ഒരാൾക്കാണ് സുപ്രീം കോടതിയില് എന്തിനുള്ള അവകാശമുള്ളൂ? സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് ആവാനുള്ള യോഗ്യതയുള്ളൂ. മാത്രമല്ല, 10 വർഷത്തോളം ഹൈക്കോടതിയിലോ അഥവാ 2 or 3 കോടതികളിൽ തുടർച്ചയായി എന്തായിട്ട് പ്രവർത്തിക്കണം? വക്കീലായിട്ട് പ്രവർത്തിക്കണം. മാത്രമല്ല, ആ വ്യക്തി മികച്ച ന്യായാധിപനാണ് എന്ന അഭിപ്രായം പ്രസിഡന്റിനുണ്ടായിരിക്കണം. സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർക്ക് 65 വയസ്സ് തികയുന്നത് വരെ ഉദ്യോഗത്തിലിരിക്കാം. സുപ്രീം കോടതിയുടെ സ്ഥിരമായ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഘടന. ഇതിൽ വെറും 4 ഷോർട്ട് പോയിന്റ് ഇട്ടു. അതുകൊണ്ടാണ് ടീച്ചർ ഗൈഡത്തിൽ കൂടി പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ സുപ്രീം കോടതിയുടെ ഘടന പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരുമാണ് ഉണ്ടാവുക. ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ കോളജിയം ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുക. വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്സ് നോക്കൂ. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വരുന്നത്. അതായത് സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യത എന്തൊക്കെയാണെന്നാണ് ടീച്ചർ നമുക്ക് പറഞ്ഞിരുന്നു. ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷമെങ്കിലും സേവനം അനുഷ്ഠിക്കണം. ഹൈക്കോടതിയിൽ അഭിഭാഷകനായി വക്കീലായിട്ട് 10 വർഷമെങ്കിലും സേവനം അനുഷ്ഠിക്കണം. പ്രമുഖ നിയമ പണ്ഡിതനായിരിക്കണം. ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് എന്തൊക്കെ യോഗ്യത വേണ്ടേ? ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം 5 വർഷമെങ്കിലും സേവനം അനുഷ്ഠിക്കണം. ഹൈക്കോടതിയിലെ അഭിഭാഷകനായിട്ട് 10 വർഷമെങ്കിലും സേവനം അനുഷ്ഠിക്കണം. പ്രമുഖ നിയമ പണ്ഡിതനായിരിക്കണം. അടുത്തത് നോക്കൂ. ഇനി നമ്മള് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് എടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണെന്ന് നോക്കൂ.
എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് പവർ ഓഫ് സുപ്രീം കോർട്ട് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ വരാതെ NIOSൽ ഒരു പൊളിറ്റിക്കൽ എക്സാമും കഴിഞ്ഞു പോയിട്ടില്ല. അത്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റോൾ ആൻഡ് പവർ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പ്രധാനമായും ഇതിൽ എത്ര അധികാരം പറയുന്നത്? 5 അധികാരമാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത് ഒറിജിനൽ ജുഡിക്കേഷൻ, തനത് അധികാരം, ഒറിജിനൽ ജുഡിക്കേഷൻ. രണ്ടാമത് അപ്പീലേറ്റ് ജുഡിക്കേഷൻ, അതേപോലെ അപ്പീൽ അധികാരം. മൂന്നാമത് അഡ്വൈസറി ജുഡിക്കേഷൻ, ഉപദേശാധികാരം. അതേപോലെ നാലാമത് കോർട്ട് ഓഫ് റെക്കോർഡ്, രേഖാ കോടതി എന്ന് പറയും, കോർട്ട് ഓഫ് റെക്കോർഡ്. അഞ്ചാമത് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞാൽ എന്താണ്? നീതിന്യായ പുനഃപരിശോധന. ഇപ്പൊ സുപ്രീം കോടതിക്ക് പ്രധാനമായും 5 അധികാരങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത്? ഒറിജിനൽ ജുഡിക്കേഷൻ. ഒറിജിനൽ ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തനത് അധികാരം എന്ന് പറയും. രണ്ടാമത്തേതാണ് അപ്പീലേറ്റ് ജുഡിക്കേഷൻ, അപ്പീൽ അധികാരം. മൂന്നാമത്തേതാണ് തേർഡ് വണ്ണാണ് അഡ്വൈസറി ജുഡിക്കേഷൻ, ഉപദേശകാധികാരം. നാലാമത്തേതാണ് കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് റെക്കോർഡ് പറഞ്ഞാല് രേഖാ കോടതി. അഞ്ചാമത്തെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ എന്താണെന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാൻ. ഒറിജിനൽ ജുഡിക്കേഷൻ, തനത് അധികാരം. എന്താണ് തനത് അധികാരം? നിങ്ങളുടെ NIOSന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഗൈഡിലെ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ അത്. തനത് അധികാരം എന്ന് പറഞ്ഞാല് സുപ്രീം കോടതിയുടെ തനത് അധികാരം അഥവാ ഒറിജിനൽ ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരോ ഒന്നിലധികം സംസ്ഥാനങ്ങളോ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടാനുള്ള അധികാരം സുപ്രീം കോർട്ടിനാണുള്ളത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റും മറ്റു സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാലോ, സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലൊക്കെ ആ തർക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിനാണ്. നമുക്കറിയാം, കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാറിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം വേറെ സംസ്ഥാനങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇഷ്യൂ ഉണ്ടായാലൊക്കെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുക എന്നതാണ് സുപ്രീം കോർട്ടിന്റെ തനത് അധികാരത്തിൽ വരുന്നത്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ഈ സുപ്രീം കോർട്ടാണ് ഇടപെടാറുള്ളത്. പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങളിലും ആരാണ് പരിഹാരം കണ്ടെത്തുക? സുപ്രീം കോടതിയാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം മൗലിക അവകാശങ്ങൾ നടപ്പിൽ പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ കോടതിക്ക് നേരിട്ട് ഇടപെടാം. നമുക്കറിയാം, ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അധികാരമാണ് അല്ലെ. അപ്പൊ ആ 32ാമത്തെ ആർട്ടിക്കിൾ സംരക്ഷിക്കാനുള്ള അധികാരവും സുപ്രീം കോടതിക്കാണ്. നമ്മളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അധികാരവും ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് സുപ്രീം കോടതിയുടെ തനത് അധികാരം എന്ന് പറയുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയുടെ തനത് അധികാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്? സുപ്രീം കോടതി എന്തിനൊക്കെയാണ് അത് തനത് അധികാരം ഉപയോഗിക്കുക? അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ തർക്ക പരിഹാരങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെടുന്നു. അതേപോലെ സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ തർക്ക പരിഹാരത്തിന് വേണ്ടിയും സുപ്രീം കോടതി ഇടപെടുന്നു. അതേപോലെ നമ്മളുടെ മൗലിക അവകാശങ്ങളുടെ 32ാമത്തെ ആർട്ടിക്കിളായിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജുഡിക്കേഷൻ അഥവാ തനത് അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ അധികാരമാണ് അപ്പീലേറ്റ് അധികാരം. എന്താണ് അപ്പീലേറ്റ് അധികാരം എന്ന് പറഞ്ഞാൽ? അപ്പീൽ അധികാരം എന്ന് പറയും. അപ്പീല് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു കേസില് ജില്ലാ കോടതിന്നോ അല്ലെങ്കിൽ ലോവർ കോർട്ടിന്നോ ഡിസ്ട്രിക്ട് കോർട്ടിന്നോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിന്നോ ഒക്കെ നമ്മൾ പരാജയപ്പെട്ട വിധി നമുക്ക് അനുകൂലമല്ലാതെ വന്നാൽ നമുക്ക് അവസാനത്തെ അത്താണിയായി എവിടേക്ക് നമുക്ക് പോവാം?
നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിക്കാം. അപ്പൊ അപ്പീലിന് പോകാനുള്ളത് ആ അധികാരം എവിടെയാണുള്ളത്? സുപ്രീം കോടതിയാണ്. നമ്മുടെ പരമോന്നത നീതിപീഠം എന്നാണ് സുപ്രീം കോടതിയെ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഭരണഘടനാപരമായ തർക്കങ്ങൾ ഉണ്ടാവുമ്പോ, അതേപോലെ സിവിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോ, ക്രിമിനൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെയാണ് നമ്മള് എന്തിനു പോവുക? അപ്പീൽ അധികാരം സുപ്രീം കോടതിയിലേക്ക് പോവുക. ഇപ്പൊ നമുക്കറിയാം, സിവിൽ തർക്കങ്ങളെ എന്ന് പറഞ്ഞാല് വസ്തു സംബന്ധമായ തർക്കങ്ങളെ അല്ലെ, ചില വസ്തുക്കളൊക്കെ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാനും അതിന് അവകാശികൾ ഉണ്ടെങ്കിൽ അവകാശികൾക്ക് കിട്ടുന്നതിനൊക്കെ വേണ്ട നിയമ നടപടികളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സിവിൽ തർക്കങ്ങൾ വരിക. വസ്തുപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് എന്തിനു പോവാം? അപ്പീലിന് പോവാം. ക്രിമിനൽ തർക്കങ്ങള്, ചില ആളുകൾ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ക്രിമിനലായിട്ട് ചുമത്തപ്പെടാം അല്ലെ. എല്ലാവരും ചിലപ്പോൾ ക്രിമിനലുകളൊന്നും ആവില്ല, സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ചില ആളുകൾ കുറ്റക്കാരായി മാറുന്നത്. പക്ഷെ നമ്മുടെ കോർട്ടിന്റെ മുന്നിൽ നമുക്ക് എവിഡൻസ് ആണ് വേണ്ടത്. എന്തും തെളിയിക്കാൻ കഴിയണം. കുറ്റം ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് കുറ്റം ചെയ്യില്ലാവില്ല. ആ കുറ്റം ചെയ്തോ എന്നത് തെളിയിക്കാൻ കഴിയണം. കുറ്റം ചെയ്തിട്ടില്ല എന്നും തെളിയിക്കാൻ കഴിയണം. കുറ്റം ചെയ്തതും തെളിയിക്കാൻ കഴിയണം, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതും തെളിയിക്കാൻ കഴിയണം. അപ്പോഴാണ് അയാൾക്ക് അനുകൂലമായ, കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരു വ്യക്തിക്ക് തെളിയിക്കാൻ കഴിയുമ്പോഴേ അയാൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ അപ്പീലിന് പോവുക എവിടെയാണൊക്കെയാണ്? സുപ്രീം കോടതിയിലേക്കാണ്. അതേപോലെ സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരമാണ് ഉപദേശകാധികാരം, അഡ്വൈസറി ജുഡിക്കേഷൻ. നമുക്കറിയാം, ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്. പൊതു പ്രാധാന്യമുള്ള നിയമങ്ങളും വസ്തുക്കളും സംബന്ധിച്ച് സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രസ്തുത വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം സമർപ്പിക്കാവുന്നതാണ്. ഇപ്പൊ പാർലമെന്റ് എന്തെങ്കിലും നിയമം നടപ്പാക്കുകയാണെങ്കിൽ പോലും, ബില്ല് നടപ്പാക്കുകയാണെങ്കിൽ പോലും ആ ബില്ല് ആരുടെ പെർമിഷൻ കൂടി വേണ്ടി വരും? സുപ്രീം കോടതിയോടും അതിന്റെ പെർമിഷൻ ചോദിക്കും അല്ലെ, ഉപദേശം തേടും ആര്? പാർലമെന്റ്. ഇപ്പൊ പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് നടപ്പാക്കുകയാണെങ്കിൽ ആ ബില്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളില് ഉപദേശം ആരിൽ നിന്നും നേടാം? സുപ്രീം കോടതിയിൽ നിന്നും നേടാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപദേശാധികാരത്തെ കുറിച്ച് ആർട്ടിക്കിൾ 143 വ്യവസ്ഥ ചെയ്യുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 സുപ്രീം കോടതിയുടെ ഉപദേശകാധികാരത്തെ കുറിച്ച് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒന്നാം വ്യവസ്ഥ പ്രകാരം അഭിപ്രായം ആരായുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് അഭിപ്രായം പറയുവാനും പറയാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ പാർലമെന്റ് സുപ്രീം കോടതിയോട് ഒരു അഭിപ്രായം ചോദിച്ചെങ്കിൽ ആ അഭിപ്രായം പറയാനും പറയാതിരിക്കാനും ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പക്ഷെ രണ്ട് വ്യവസ്ഥയുണ്ട്. രണ്ടാമത്തെ വ്യവസ്ഥ പ്രകാരം ചില പ്രശ്നങ്ങൾ സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അഭിപ്രായം പറയാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുമുണ്ട്. ഇപ്പോ സുപ്രീം കോടതിയില് ആർട്ടിക്കിൾ 143 പ്രകാരം രണ്ട് വ്യവസ്ഥകളിലൂടെയാണ് ഉപദേശകാധികാരം ഉള്ളത്. ഒന്ന്, നമ്മളിപ്പോ പാർലമെന്റ് എന്തെങ്കിലും ഒരു ഉപദേശം ചോദിച്ചു എന്ന് കരുതുക. അപ്പൊ ആ ഉപദേശത്തിന് ഉത്തരം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഇനി ചില സാഹചര്യത്തില് റെഫർ ചെയ്തു, ചില ഉപദേശത്തിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി എന്ത് ചെയ്യണം? പാർലമെന്റിന് ഉപദേശം നൽകേണ്ടതുണ്ട്. ഇതാണ് സുപ്രീം കോടതിയുടെ ഉപദേശകാധികാരം എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് കോർട്ട് ഓഫ് റെക്കോർഡ്, രേഖാ കോടതി. രേഖാ കോടതി എന്നും സുപ്രീം കോടതിനെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, ഭരണഘടന സുപ്രീം കോടതിയെ ഒരു രേഖാ കോടതിയായിട്ടാണ് വിഭാവനം ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾക്ക് നിയമപരവും ഭരണപരമായ പ്രാധാന്യമുണ്ട്. രാജ്യത്തെ ഏത് കോടതിയിലും ഒരു പ്രശ്നം സമർത്ഥിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള സാക്ഷ്യമായി ആ രേഖകൾ ഉപയോഗിക്കാം. ഇപ്പൊ സുപ്രീം കോടതിയിൽ എന്ത് കേസ് നടന്നാലും അതിന്റെ രേഖകൾ അവിടെ സൂക്ഷിക്കണം. അതാത് വർഷത്തെ രേഖകള് സുപ്രീം കോടതിയിൽ സൂക്ഷിക്കണം എന്ന് നിബന്ധന ഉണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി എന്താണെന്ന് പറയാനുള്ള കാരണം, ഒരു രേഖാ കോടതിയാണ്, കോർട്ട് ഓഫ് റെക്കോർഡാണ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം സുപ്രീം കോടതിയിലെ
ഏത് കേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ ഫയലുകളും രേഖകളും ഒക്കെ സുപ്രീം കോടതി സൂക്ഷിക്കേണ്ടതാണ്. മറ്റ് കേസുകളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ അത് വിട്ടുകൊടുക്കാനും തയ്യാറാകണം. മാത്രല്ല ഗവൺമെന്റിന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളുടെയും കാര്യങ്ങളുടെയും ഫയലൊക്കെ അവിടെ സൂക്ഷിക്കാറുണ്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതിയില് സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തത് ജുഡീഷ്യൽ റിവ്യൂ. എന്താ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാല് നീതിന്യായ പുനഃപരിശോധന. നീതിന്യായ പുനഃപരിശോധന എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളുടെ മറ്റു കോടതികളിൽ നിന്നും ഏതെങ്കിലും ഒരു കേസിന് വിധി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധി താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ അല്ലെങ്കിൽ ആ വിധി പുനഃപരിശോധന നടത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണുള്ളത്. ഹൈക്കോർട്ടിൽ നിന്ന് ഒരു വിധി വന്നു, ഒരാളെ തൂക്കിലേറ്റാൻ വിധി വന്നു എന്ന് വിചാരിക്കുക. ഹൈക്കോടതിയിൽ നിന്നും ഒരാളെ തൂക്കിലേറ്റാനുള്ള വിധി വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ആ വിധി മാറ്റണം. അയാൾക്ക് ചിലപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾക്ക് അവിടെ പോവാം, സുപ്രീം കോടതിയെ സമീപിക്കാം. മാത്രമല്ല ജുഡീഷ്യൽ റിവ്യൂ അതായത് പുനഃപരിശോധന നടത്താം. നമുക്ക് ആ വിധിയെ അസാധുവാക്കുന്നതിനും മാത്രമല്ല അത് പുനഃപരിശോധന നടത്തുന്നതിനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് അതിനെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പുനഃപരിശോധന അതായത് നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ എക്സിക്യൂട്ടീവ് നടപ്പിൽ വരുത്തുന്ന നിയമങ്ങളോ ഭരണഘടനാപരമായി വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരം നിയമങ്ങൾ അസാധുവായി പ്രഖ്യാപിക്കാൻ ഇന്ത്യയിലെ ഭരണഘടനാ കോടതികൾക്ക് അധികാരമുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ എക്സിക്യൂട്ടീവ് നടപ്പിൽ വരുത്തുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരം നിയമങ്ങൾ അസാധുവാക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ കൂട്ടായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോടതിക്കുള്ള പങ്ക് സുതാർഹ്യമാണ്. ഇത്തരത്തിലുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുടെ കൂട്ടായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോടതിക്കുള്ള പങ്ക് വളരെയധികം സുതാർഹ്യമാണ്. ഇതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുകൊണ്ട് വ്യക്തമാക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കൂ. അതേപോലെ സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരമാണ് ഒറിജിനൽ ജുഡിക്കേഷൻ. ഒരു പ്രാഥമിക അധികാരമാണ്. ഒറിജിനൽ ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാല് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുക, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, മൗലിക അവകാശ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. PIL എന്താ മക്കളെ? PIL പറഞ്ഞാല് പൊതു താല്പര്യ വ്യവഹാരം. എന്താ പൊതു താല്പര്യ വ്യവഹാരം എന്ന് പറഞ്ഞാല്? PIL അഥവാ പൊതു താല്പര്യ വ്യവഹാരം. നിങ്ങളുടെ ഗൈഡിലെ നാലാമത്തെ NIOS പൊളിറ്റിക്കൽ സയൻസിന്റെ ഗൈഡിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ PIL അഥവാ പൊതു താല്പര്യ വ്യവഹാരം. ഞാൻ പറയാം, ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപാധിയാണിത്. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം വളരെയധികം ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ പൊതു താല്പര്യ ഹർജിയിലൂടെ അയാൾക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ അയാൾക്ക് ആ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാം. അപ്പൊ നമുക്കറിയാം, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനൊക്കെ വേണ്ടിയാണ് ഏത് പൊതു താല്പര്യ വ്യവഹാരം വേണ്ടത് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇവിടെ 1981 ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ദാരിദ്ര്യം കൊണ്ടോ സാമൂഹികവും സാമ്പത്തികവുമായ അവശസ്ഥിതി കൊണ്ടോ സ്വന്തം അവകാശങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിനും സങ്കട നിവാരണത്തിനും വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക് വേണ്ടി പൊതു പ്രവർത്തന നിരതരായ സാമൂഹിക പ്രവർത്തകർ നൽകുന്ന പൊതു താല്പര്യ വ്യവഹാരങ്ങൾ കോടതി അനുവദിക്കാറുണ്ട്. അപ്പൊ PIL കേസ് പറഞ്ഞാൽ എന്താ? ചില പാവപ്പെട്ട ആളുകൾക്ക് കേസിനൊന്നും പോകാൻ കഴിയില്ല.
അങ്ങനെ കേസിലൊന്നും പോവാൻ കഴിയാത്ത സാധുക്കളായ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഈ ആ ആളുകൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സുപ്രീം കോർട്ടിലെ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാം. അതാണ് അതിലൂടെ ഈ പാവപ്പെട്ടവർക്ക് നീതി നടപ്പാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. ഇപ്പൊ ചില ആളുകൾക്ക് വർഷങ്ങളോളം കറണ്ട് കിട്ടണില്ല. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരുടെ സ്ഥലത്തിന്റെ എന്താ പറയുക, കുടിക്കടം അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ പട്ടയം കിട്ടണില്ല. 10 വർഷങ്ങളോളം അവർ താമസിച്ചിട്ടും പട്ടയം കിട്ടാത്ത ഭൂമിയാണെന്ന് വിചാരിക്കുക. അപ്പോഴൊക്കെ എന്നാൽ അവർക്ക് അതിന് പ്രതികരിക്കാനോ അതിന് മുൻകൈ എടുക്കാനോ ഒന്നും കഴിവില്ലാത്ത സാധുക്കളാണെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടാനും അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനും ആരെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം. അതാണ് PIL കേസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അപ്പീലധികാരം ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. ഹൈക്കോടതി വിധികൾക്കെതിരെയുള്ള അപ്പീല്, സിവിൽ കേസുകളെ, ക്രിമിനൽ കേസുകളെ, കോൺസ്റ്റിറ്റ്യൂഷൻ കേസുകളൊക്കെയാണ് അപ്പീലധികാരത്തിൽ വരിക കേട്ടോ. ഉപദേശകാധികാരം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. രാഷ്ട്രപതി, അതായത് പാർലമെന്റിന് എന്ത് തരത്തിലുള്ള ഉപദേശവും എവിടെ നിന്നും സ്വീകരിക്കാം, സുപ്രീം കോടതിയിൽ നിന്നും സ്വീകരിക്കാം. അതേപോലെ രാഷ്ട്രപതി ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സുപ്രീം കോടതി അതിന് ഉപദേശം നൽകും, രാഷ്ട്രപതിക്ക് അത് ബാധകമല്ല. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാക്കുക, ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ജുഡീഷ്യൽ റിവ്യൂവിൽ വേണ്ടത് കേട്ടോ. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാക്കുക, ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഇതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാല്. അതേപോലെ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ട്, ദരിദ്രർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് പൊതു താല്പര്യ ഹർജി. എന്തിനൊക്കെ? പരിസ്ഥിതി, ബാലവേലാവസ്ഥയും സംരക്ഷണത്തിനൊക്കെയാണ് പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ കുട്ടികളെ നമ്മൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് പഠിച്ചത്. അതിലെ ഒറിജിനൽ ജുഡിക്കേഷന്റെ ഷോർട്ട് പോയിന്റുകളാണ്: കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുക, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, മൗലികാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുക, PIL കേസുകൾ ഫയൽ ചെയ്യുക, അതാണ് ഒറിജിനൽ ജുഡിക്കേഷൻ. അതേപോലെ അതിൽ വരുന്നത് തന്നെയാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത് ഹൈക്കോടതി വിധികൾക്കെതിരെയുള്ള അപ്പീൽ അധികാരം, സിവിൽ കേസുകളെ, ക്രിമിനൽ കേസുകളെ, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുകളെ. പിന്നെ നമ്മൾ പഠിച്ചു ഉപദേശകാധികാരം. രാഷ്ട്രപതിയോട് ചോദ്യം ഉന്നയിക്കുന്നു, സുപ്രീം കോടതി ഉപദേശം നൽകുന്നു. കോടതി ഉപദേശം നൽകാൻ നിർബന്ധമല്ല, ഉപദേശം രാഷ്ട്രപതിക്ക് നിർബന്ധവുമല്ല. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാക്കുന്നു, ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നു, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. പൊതു താല്പര്യ ഹർജി ആർക്ക് വേണ്ടിയിട്ടാണ്? ദരിദ്രർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും വേണ്ടിയാണ് പൊതു താല്പര്യ ഹർജി. അടുത്തത് നിങ്ങളോട് ചോദിക്കാം, എന്താണ് ഏകീകൃത നീതിന്യായ വ്യവസ്ഥ? അതേപോലെ സുപ്രീം കോടതിയുടെ പവർ, ഒറിജിനൽ അധികാരം, അപ്പീലേറ്റ് അധികാരം, അഡ്വൈസറി, ജുഡീഷ്യൽ റിവ്യൂ, PIL, ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ, മൗലിക അവകാശത്തെ സംരക്ഷിക്കുക. ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ്? നമ്മുടെ സുപ്രീം കോടതിയുടെ പ്രത്യേകതകളാണ് കേട്ടോ. അതേപോലെ അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 അധികാരം? ഒറിജിനല്, അപ്പീലേറ്റ്, അഡ്വൈസറി. ഇനി എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞാല്? ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാക്കുക, നീതിന്യായ പുനഃപരിശോധന. അതായത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളെ അസാധുവാക്കുന്നതിനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക കേട്ടോ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ്. അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻ കോടതി, കീഴ്ക്കോടതി എന്നാണ്. സുപ്രീം കോടതിയുടെ ഘടന എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസുമാരും മറ്റു ജഡ്ജിമാരും ഉണ്ടാവും. ജഡ്ജിമാരെ രാഷ്ട്രപതിയാണ് നിയമിക്കുക.
വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. കോളേജിയം ശുപാർശയുടെ പ്രകാരമാണ് നിയമനം. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ. ഇതിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ. ഒറിജിനൽ ജുഡിക്കേഷൻ, അപ്പീലേറ്റ് ജുഡിക്കേഷൻ, അഡ്വൈസറി ജുഡിക്കേഷൻ, കോർട്ട് ഓഫ് റെക്കോർഡ്, ജുഡീഷ്യറി എന്നിവ. ഈ 5 പോയിന്റ് നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാന ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ അധികാര പവേഴ്സ് ആൻഡ് അതായത് സുപ്രീം കോടതിയുടെ പവേഴ്സ്, റോൾ ആൻഡ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പോയിന്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. പൊളിറ്റിക്സിന്റെ 12ാമത്തെ ചാപ്റ്റർ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്ത് ടീച്ചർ എടുത്തു തന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പൊളിറ്റിക്സിൽ എടുക്കാനുള്ളത് നോക്കൂ. നമ്മുടെ സിലബസ് പ്രകാരം ഇനി 15ാമത്തെ ചാപ്റ്റർ എടുക്കാനുള്ളത് ഹൈക്കോർട്ട് ആണ് എടുക്കാനുള്ളത് കേട്ടോ. 15ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് എടുക്കാനുള്ളത്. അതിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.